നമസ്കാരം. ഇന്ത്യ മുഴുവൻ 13 വർഷമായി ചർച്ച ചെയ്ത പേരായിരുന്നു തരുൺ തേജ്പാലിന്റേത്. ഇന്ത്യയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരു കാലത്ത് ഞെട്ടിച്ച തെഹൽക്കെ എന്ന മാസികയുടെ സ്ഥാപകന് പീഡനക്കേസിൽ 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെ നമുക്ക് ആദ്യം നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. പതിമൂന്ന് വർഷത്തിനു ശേഷം അന്ന് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്ത ആ പീഡനക്കേസിൽ ഇന്ന് വിധി വന്നിരിക്കുന്നു. പ്രതിസ്ഥാനത്ത് ആരായിരുന്നു എന്നുള്ളതാണ് ഈ കേസിനെ ഇത്രയും കാലത്തിന് ശേഷവും സുപ്രധാനമാക്കുന്നത്. അത് തരുൺ തേജ്പാൽ ആയിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരു കാലത്ത് ഞെട്ടിച്ച തെഹൽക്കെ എന്ന മാസികയുടെ സ്ഥാപകനും എഡിറ്ററുമായിരുന്ന മാധ്യമ പ്രവർത്തകൻ, അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് പേരുകേട്ട തെഹൽക്കെയും തരുൺ തേജ്പാലും അവർ കൊണ്ടുവന്ന ഒരു സ്കൂപ്പ് ന്യൂസ് ബ്രേക്കിംഗിനും അപ്പുറം തലക്കെട്ടുകളിൽ നിറഞ്ഞ കേസായിരുന്നു ആ പീഡനക്കേസ്. ഇന്ന് ഈ കേസിൽ തരുൺ തേജ്പാലിന് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് 10 വർഷം തടവ് ശിക്ഷയും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 2021 ഗോവ സെഷൻസ് കോടതി തേജ്പാലിനെ കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ശിക്ഷാവിധി 13-ാം വർഷം വരുന്നത്. ഈ സ്റ്റോറി ഞങ്ങൾ ന്യൂസ് റൂമുകളിൽ പൊതുവെ വാർത്തകളെ പറയുക സ്റ്റോറി എന്നാണ്. ഈ സ്റ്റോറി തുടങ്ങുന്നത് 13 വർഷം മുൻപുള്ള നവംബർ 7-8 തീയതികളിലാണ്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഏറ്റവും കൂടുതൽ പേർ കാത്തിരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് തെഹൽക്ക. ഈ വാർത്തയ്ക്ക് ആധാരമായ സംഭവം 2013-ലാണെങ്കിലും തരുൺ തേജ്പാൽ എങ്ങനെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന മാധ്യമ പ്രവർത്തകനായി എന്നറിയണമെങ്കിൽ തെഹൽക്കയുടെ ചരിത്രം കൂടി ചെറുതായൊന്നറിയണം. 2000-ലാണ് തെഹൽക്കയുടെ തുടക്കം. ആദ്യം വെബ്സൈറ്റ് ആയിരുന്നു. ഔട്ട്ലുക്ക് എന്ന വമ്പൻ ഹിറ്റ് മാസിക വിട്ട് തരുൺ തേജ്പാലും അനിരുദ്ധ ബഹലും ചേർന്ന് തുടക്കമിട്ട പ്രസ്ഥാനം. 2000-2001 കാലത്തെ ക്രിക്കറ്റ് ഒത്തുകളി, 2001 പ്രതിരോധ രംഗത്തെ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഓപ്പറേഷൻ വെസ്റ്റ് എൻഡ് തുടങ്ങിയ വമ്പൻ സ്റ്റിംഗ് ഓപ്പറേഷനുകളാണ് തെഹൽക്ക നടത്തിയത്. ഓപ്പറേഷൻ വെസ്റ്റ് എൻഡിൽ മലയാളി മാധ്യമ പ്രവർത്തകനായ മാത്യു സാമുവലും പങ്കാളിയായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ അധികാര മണ്ഡലത്തെ ഞെട്ടിച്ച വിറപ്പിച്ച സംഭവമായി ഇത് മാറിയതോടെ തെഹൽക്ക അവരുടെ കണ്ണിലെ കരടായി. നിലനിൽപ്പ് അപകടത്തിലായി, പ്രതിസന്ധിയിലായി. 2002 അവസാനമൊക്കെ ആയപ്പോഴേക്ക് നിലനിൽപ്പില്ലാത്ത വിധം കടം കയറി. മറുവശത്താകട്ടെ രാഷ്ട്രീയക്കാരുടെ പ്രതികാരവും. 100-ലേറെയുണ്ടായിരുന്ന തെഹൽക്കയിലെ ജീവനക്കാരുടെ എണ്ണം 3 ചുരുങ്ങി. അനിരുദ്ധ ബഹൽ, തരുൺ തേജ്പാൽ, മാത്യു സാമുവൽ. അനിരുദ്ധ ബഹൽ ഈ കൂട്ടിനോട് വിട പറഞ്ഞ് 2004 കോബ്ര പോസ്റ്റ് എന്ന പുതിയ സ്ഥാപനം തുടങ്ങി. തേജ്പാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. സഹകരിക്കാൻ മനസ്സുള്ള നിരവധി പേരുടെ സഹായത്തോടെ തരുൺ തേജ്പാൽ തെഹൽക്ക പുനഃപ്രസിദ്ധീകരിച്ചു. ഒരുതരം ക്രൗഡ് ഫണ്ടിംഗ് മോഡലിലായിരുന്നു ഇത് പുനഃപ്രസിദ്ധീകരിച്ചത്. ടാബ്ലോയിഡ് പത്രത്തിന്റെ രൂപത്തിലായിരുന്നു തെഹൽക്ക 2-ാം ഊഴത്തിൽ ആദ്യം പുറത്തു വന്നത്. 2007 മാസികയായി. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മാധ്യമം എന്ന പേര് തെഹൽക്കയ്ക്ക് സ്വന്തമായി. സ്വാഭാവികമായും ആ സൽപ്പേരിന്റെ ക്രെഡിറ്റ് തരുൺ തേജ്പാലിനുമായി. ജനങ്ങളുടെ മാധ്യമം എന്നാണ് അരുന്ധതി റോയും ശശി തരൂരുമൊക്കെ തെഹൽക്കയെ വിളിച്ചത്. എന്തായാലും ആ 2-ാം വരവ് വലിയൊരു വളർച്ചയായിരുന്നു. ചരിത്രത്തിൽ നിന്ന് ഇനി കേസിലേക്ക് വരാം. 2011 ആയപ്പോൾ ഗോവയിൽ തെഹൽക്കയുടെ ആഭിമുഖ്യത്തിൽ ജയ്പൂർ സാഹിത്യോത്സവ മാതൃകയിൽ സാഹിത്യോത്സവവും തുടങ്ങി. തിങ്ക് ഫെസ്റ്റ് ആയിരുന്നു ആ പേര്. 2013 നവംബറിലായിരുന്നു ഇത് ഗോവയിൽ നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം പങ്കെടുക്കുന്ന ഒരു ഹൈഫൈ ചർച്ചാ പരിപാടി. തരുൺ തേജ്പാലും തെഹൽക്കയിൽ നിന്നുള്ള സംഘാടക പ്രതിനിധികളും ഇവിടെയുള്ള ഒരു 5 നക്ഷത്ര ഹോട്ടലിലായിരുന്നു താമസം. 7-ാം തീയതിയും 8-ാം തീയതിയും ഈ ഹോട്ടലിലെ ലിഫ്റ്റിൽ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ തരുൺ തേജ്പാൽ ശ്രമിച്ചെന്ന പരാതിയുമായി ഒരു വനിതാ ജൂനിയർ റിപ്പോർട്ടർ രംഗത്തെത്തി. ഇതോടെ ഇന്ത്യ മുഴുവൻ നെഞ്ചിടിപ്പോടെ മാത്രം കേട്ട ആ പേരുകാരന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു.
നവംബർ 7-ന് ലിഫ്റ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ച് തന്റെ അനുവാദമില്ലാതെ ചുംബിച്ചുവെന്നും ശാരീരികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പിറ്റേ ദിവസം മറ്റൊരു ലിഫ്റ്റിൽ വെച്ചും സമാനമായി ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പരാതി. ഇതെല്ലാം പെൺകുട്ടിയുടെ നോ അവഗണിച്ചായിരുന്നു എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ആദ്യം പരാതി പോലീസിന് നൽകാതെ കമ്പനിക്കുള്ളിൽ തന്നെ നൽകിയതിനാൽ നടപടികളിൽ ചെറിയ കാലതാമസമുണ്ടായി. പോലീസിന് ലഭിച്ച ഇമെയിൽ പ്രകാരം പരാതിക്കാരിയുടെ മേൽ തൊഴിൽപരമായ അധിപൻ എന്ന പദവി വഹിക്കുന്നതിനാലും ഗുരുതരമായ കുറ്റമാണ് ചെയ്തത് എന്നതിനാലും തേജ്പാലിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തണമെന്ന് തീരുമാനിച്ചു. ഹോട്ടലിലെ CCTV, സാക്ഷിമൊഴികൾ, ഹോട്ടൽ രേഖകൾ എന്നിവ നിർണായക തെളിവായി. തരുൺ തേജ്പാലിനെ ഗോവ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് പിന്നാലെ തെഹൽക്ക എഡിറ്റർ ഇൻ ചീഫ് സ്ഥാനം തരുൺ തേജ്പാൽ ഒഴിഞ്ഞു. മാനേജിംഗ് എഡിറ്ററായിരുന്ന ഷോമ ചൌധരിയും രാജിവെച്ചു. പിന്നീട് ദീർഘകാലം മലയാളിയായ മാത്യു സാമുവേലായിരുന്നു തെഹൽക്കയുടെ മാനേജിംഗ് എഡിറ്റർ. ബലാത്സംഗം, നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയായിരുന്നു ചുമത്തിയ കുറ്റങ്ങൾ. ക്ഷമാപണ ഇമെയിലുകൾ കേസ് റദ്ദാക്കാൻ മതിയായ കാരണമല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പരസ്പര സമ്മതമുണ്ടായിരുന്നെന്നും CCTV ഫുട്ടേജ് പ്രോസിക്യൂഷൻ തെറ്റായി വ്യാഖ്യാനിച്ചെന്നുമായിരുന്നു തേജ്പാലിന്റെ വാദങ്ങൾ. തുടർന്ന് 2021-ൽ പരാതിക്കാരിയുടെ വാദങ്ങൾ അവ്യക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗോവ സെഷൻസ് കോടതി തേജ്പാലിനെ കുറ്റവിമുക്തനാക്കി. എന്നാൽ അന്ന് തേജ്പാലിനെ കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് മാത്രം കേസ് തീർന്നില്ല. വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ നിയമവിദഗ്ധരും വനിതാ പ്രവർത്തകരും രംഗത്തെത്തി. തുടർന്നാണ് സെഷൻസ് കോടതി വിധിക്കെതിരെ ബോംബെ ഹൈക്കോടതിയിൽ ഗോവ സർക്കാർ അപ്പീൽ നൽകുന്നത്. കേസിൽ വിശദമായ വാദം കേട്ടാണ് ഇന്ന് വിധി പറഞ്ഞത്. രാവിലെ തന്നെ തരുൺ തേജ്പാൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കീഴടങ്ങാൻ തേജ്പാലിന് 2 ആഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. Yes, the accused has been convicted and for all the sections that he was charged, and he's been sentenced amongst all the offences for 10 years rigorous imprisonment and of compensation of fine amount of 5 lakhs. And now the order has still not been uploaded, so we will read the judgment to see what are the reasonings that have been. Sorry? कितना challenging था आपके लिए? Every court case is a challenge, so it was challenging, but we have finally justice has been served. എന്തായാലും കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ലക്ഷണമില്ല. ബോംബെ ഹൈക്കോടതി ഗോവ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തരുൺ തേജ്പാൽ പറഞ്ഞു കഴിഞ്ഞു. കോടതി തെളിവുകൾ വേണ്ട വിധം പരിശോധിച്ചില്ലെന്നായിരുന്നു വിധി കേട്ട ശേഷം തരുൺ തേജ്പാലിന്റെ പ്രതികരണം. हम लोग अभी इसको अपील करेंगे सुप्रीम कोर्ट में, ठीक है ना. हम लोग बिल्कुल नाखुश हैं इस जजमेंट से. हमें लगता है कि बेंच ने हमारा जो एक्चुअल मटेरियल था, एविडेंस था, उसको अप्रिशिएट नहीं किया है. तो हम लोग उसको अपील कर देंगे और आपको बता के देंगे कि क्या हो रहा है, ठीक है. हाँ, नहीं, उससे पहले अगर अपील होगा तो अपील होगा, वो तो टाइम बताएगा ना. अब एडवांस में कैसे हम बता दें बॉस? कितना टाइम दिया अभी आपको? अभी 4 हफ्ते के लिए. 13 साल से केस चल रहे थे, कैसे देखते हैं? मैंने जज को बोला, आप लोग जो कोर्ट में थे आपने सुना होगा, मैंने बोला मैं एक पॉलिटिकल विक्टिम हूँ. मेरे को तेहलका की जो पत्रकारिता है उसके चलते हुए मेरे को पीछे 13 साल से सरकार पड़ी है, और मैं अकेला नहीं हूँ इसमें. बहुत सारे लोग हैं जो सरकार की नीतियों से या मानते नहीं या वाकिफ नहीं है ज़्यादा. उन लोगों की भी सरकार पड़ जाती है. इस टाइप की सरकार है, हमारी सरकार है, आपकी भी है, मेरी भी है. क्या करें? കേസിന്റെ അന്തിമ വിധി എന്തു തന്നെയായാലും വലിയ ചർച്ചകൾക്കാണ് ജൂനിയർ വനിതാ റിപ്പോർട്ടറെ തരുൺ തേജ്പാൽ എന്ന എഡിറ്റർ പീഡിപ്പിച്ച കേസ് വഴിവെച്ചത്. തൊഴിലിടത്തിലെ ലൈംഗിക പീഡന കേസുകളിൽ കൺസെന്റ് എന്നാൽ അതിനുള്ള കൃത്യമായ നിർവചനം, കീഴുദ്യോഗസ്ഥരുടെ മേൽ ലൈംഗികമായി മേലുദ്യോഗസ്ഥരുടെ ചൂഷണം, ലൈംഗിക ചൂഷണ കേസുകളിൽ പരാതിക്കാരിയുടെ മൊഴിയെ പരിഗണിക്കുന്ന രീതി എന്നിവയൊക്കെ വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്തു. നോ എന്നാൽ അത് നോ എന്ന് തന്നെയാണെന്ന് നിർവചിക്കുന്നതിനാണ് ഈ കേസ് വഴിവെച്ചതെന്ന് ഇന്നത്തെ ശിക്ഷാവിധിയോടെ നമുക്ക് നിസ്സംശയം പറയാം.
ിലേക്ക് പോകുമ്പോൾ ബീഹാറിലെ റോഹ്താസിൽ ഒരു തൊഴിലാളിയെ വെടിവെച്ച് കൊന്ന് മൃതദേഹം കനാലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് പ്രതി. എന്നാൽ സംഭവത്തിന് പിന്നാലെ അവിടുത്തെ നാട്ടുകാർ പ്രതിയുടെ വീടും ട്രാക്ടർ അടക്കമുള്ള കൃഷി ഉപകരണങ്ങളും തീയിട്ട് നശിപ്പിച്ചു. പ്രദേശത്ത് ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ബീഹാറിലെ റോഹ്താസ് ജില്ലയിലെ ദിനാര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അജിത് തിവാരി എന്ന യുവാവിന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ജാനേശ്വർ ചൌധരി. എന്നാൽ ഇന്ന് ജോലി സ്ഥലത്തെത്തിയ ജാനേശ്വറും അജിത്തും തമ്മിൽ ചില കാര്യങ്ങൾ പറഞ്ഞുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്കും ഇത്ര വലിയൊരു സംഘർഷത്തിലേക്കും വരെ കാര്യങ്ങൾ എത്തിച്ചത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായതിന് പിന്നാലെ അജിത് തിവാരി തന്റെ കയ്യിലെ തോക്കുപയോഗിച്ച് ജാനേശ്വറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പ്രതി ജാനേശ്വറിന് നേരെ 2 തവണ വെടിയുതിർത്തെങ്കിലും ആദ്യത്തെ വെടിയുണ്ട കൊണ്ടത് ഒരു നായയ്ക്കായിരുന്നു. ആ നായയുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. കൊലപാതക ശേഷം പ്രതി ജാനേശ്വറിന്റെ മൃതദേഹം തന്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി സമീപത്തെ കനാലിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. और उसके बाद में इनने गमछी ले उनको गले में लगा लिए और गले में लगाकर अपने गेट के अंदर ले गए और गेट के अंदर ले जाकर गेट को बंद कर दिए. उसके बाद में उधर से धमाका आया, उन पर गोली लगा और कुत्ते पर लगा, फिर दोबारा गोली मारे. उसके बाद में उसका जो एक और लेबर था वो वहाँ से तगाड़ी बीक कर भाग गया. उसके बाद में जाकर गांव में हाला गुला किया. സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെയാണ് ഗ്രാമവാസികൾ ഒന്നടങ്കം പ്രതിയായ അജിത് തിവാരിയുടെ വീട്ടിലേക്ക് എത്തുന്നതും വീടടക്കം അവിടെയുണ്ടായിരുന്ന യന്ത്രങ്ങളും മറ്റുപകരണങ്ങളും ഒക്കെ തീയിട്ട് നശിപ്പിക്കുന്നത്. 3 ട്രാക്ടറുകൾ, ഒരു കൊയ്ത്ത് യന്ത്രം, വീട് ഭാഗികമായും ഒക്കെ നാട്ടുകാരുടെ ഈ ആക്രമണത്തിൽ ഇല്ലാതായി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഈ ആക്രമണത്തിൽ ഭയന്ന അജിത്തും വീട്ടുകാരും വീടിന് പുറത്തിറങ്ങാതെയിരുന്നത് മണിക്കൂറുകളോളമാണ്. നിലവിൽ ജാനേശ്വറിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. व्यक्ति द्वारा एक उनके घर में ही काम करने वाले, उनके साथ काम करने वाले एक व्यक्ति की गोली मारकर हत्या की गई. उसी से आक्रोशित जो मृतक है चंद्रेश्वर चौधरी, उनके परिजनों द्वारा उनके घर को क्षति पहुंचाई गई. घटना के बाद भागने के क्रम में यूपी के गाजीपुर से जो अभियुक्त है, मुख्य अभियुक्त, उसकी गिरफ्तारी की गई और उसको आगे पूछताछ के लिए लाया जा रहा है. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടായതോടെ വിക്രംഗഞ്ച് സബ് ഡിവിഷൻ പോലീസ് ഓഫീസർ സിന്ധു ശേഖർ സിംഗ് പോലീസ് സേനയുമായി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് ഫലം കാണാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. പിന്നീട് കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചാണ് പ്രക്ഷോഭകരെ സംഭവസ്ഥലത്ത് നിന്നും നീക്കിയത്. ഈ പ്രതിയായ അജിത് തിവാരി ഒരു സ്ഥിരം മദ്യപാനിയാണെന്നും ലഹരിക്കടിമയാണെന്നുമാണ് നാട്ടുകാർ നൽകുന്ന വിശദീകരണം. ഈ അമിത മദ്യപാനമാകാം കൊലപാതകത്തിന് കാരണമായതെന്നും അവർ പറയുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും 100 കണക്കിന് മദ്യക്കുപ്പികളാണ് നാട്ടുകാർ ആക്രമണ സമയത്ത് കണ്ടെടുത്തത്. घटना हम जाते हैं दूसरा की लाल भाई तिवारी की बीचे में धो के जबरदस्ती उनका गोली मार दिला. अच्छा, बाद में हमारा के वार कर चल रहा हम तो लागिले कुत्ता पर हम कर दिले. गांव मिल्की मनिहारी जकर गोली लागल बा मिल्की मनिहारी का. പ്രതിക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. അല്ലാത്തപക്ഷം പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കാനുള്ള നീക്കവും ഇവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. കൊല്ലപ്പെട്ട ജാനേശ്വറിന്റെ മൃതദേഹം കണ്ടെത്തുന്നതോടെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് അയൽക്കാരൻ. പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നും മദ്യപാനിയാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ പിന്നെ എന്തിനാകും ഇയാൾ ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? ജാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിൽ ഇന്നലെയാണ് ഈ കൂട്ടക്കൊലപാതകം നടക്കുന്നത്.
രാവിലെ തന്റെ കൃഷിയിടത്തിലേക്ക് പോവുകയായിരുന്നു ജാനകി മഹാതോ എന്ന കർഷകൻ. അപ്പോഴായിരുന്നു അയൽവാസിയായ രാജു സിംഗ് കോടാലിയുമായി എത്തി ഇയാളെ ആക്രമിക്കുന്നത്. ആക്രമണത്തിൽ തലയിലും കഴുത്തിലും വെട്ടേറ്റ ജാനകി മഹാതോയുടെ നിലവിളി കേട്ടാണ് അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ സുഗിയാദേവി ഓടിയെത്തുന്നത്. എന്നാൽ അവിടെ വെച്ച് അവരും ക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. ബഹളം കേട്ട് സ്ഥലത്തെത്തിയവരുടെ മരുമകൾ ഗൗരി ദേവിയെയും കോടാലി ഉപയോഗിച്ച് പ്രതി അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ 3 പേരും മരണപ്പെടുകയായിരുന്നു. ഇരു കുടുംബങ്ങളും തമ്മിൽ ഇതിനു മുൻപോ സംഭവം നടന്നെന്നോ യാതൊരു തരത്തിലുള്ള തർക്കമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് അയൽക്കാർ പറയുന്നത്. അമിത മദ്യപാനിയും മാനസികാസ്വാസ്ഥ്യമുള്ള ആളുമാണ് പ്രതിയായ രാജു സിംഗ്. ഇതാകാം ഇത്തരം ഒരു ആക്രമണത്തിന് കാരണമെന്നാണ് നാട്ടുകാരും പോലീസും വ്യക്തമാക്കുന്നത്. एक हत्या का मामला लोगों के सामने आया है। एक राजू सिंह नाम का व्यक्ति जो शराबी प्रवृत्ति का आदमी है, वो अपने पड़ोस में रहने वाले 3 व्यक्तियों की हत्या कर दी है। त्वरित कार्रवाई करते हुए पुलिस ने नवाड़ी थाना कांड संख्या 7026 दर्ज कर अभियुक्त राजू सिंह को गिरफ्तार कर लिया है और उसे जुडिशियल कस्टडी के लिए भेजा गया है। कारण आपसी विवाद है, डिटेल में हम लोग इसका अनुसंधान करें, अनुसंधानोपरांत आपको और जानकारी दी जाएगी। आदतन वो शराबी प्रवृत्ति का आदमी है, अपने घर में अपने परिवार में माँ पिता को भी वो मारकर बाहर भगा दिया है। 3 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി ബൊക്കാറോ സദർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ. പ്രതിക്ക് അക്രമാസക്തമായ പെരുമാറ്റ രീതി ഉണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇയാൾ ഭാര്യയെ കോടാലി കൊണ്ട് ആക്രമിക്കുകയും പ്രായമായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ താമസം. സംഭവത്തിന് പിന്നാലെ തന്നെ രാജു സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതി ഇത്തരത്തിൽ മുൻപും ആക്രമണം നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ പരിഗണിച്ചാകും പോലീസ് മുന്നോട്ട് നീങ്ങുക എന്നാണ് പുറത്തുവരുന്ന വിവരം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു.
ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾ ഹൈദരാബാദിൽ വീട്ടുജോലിക്കാരി തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ വെറും 3 മണിക്കൂർ കൊണ്ട് കണ്ടെത്തി മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം 4 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം ഹൈദരാബാദിൽ കൂടി വരുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം. ഹൈദരാബാദ് ബോഡപ്പല്ലിലെ വീട്ടിൽ നിന്നും വീട്ടുജോലിക്കാരി തട്ടിക്കൊണ്ടുപോയ 8 മാസം പ്രായമുള്ള ആൺകുട്ടിയെയാണ് 3 മണിക്കൂറിനുള്ളിൽ മാതാപിതാക്കളുടെ കൈകളിൽ ഹൈദരാബാദ് പോലീസ് തിരിച്ചേൽപ്പിച്ചത്. പുറത്തുവരുന്നത് സന്തോഷം നൽകുന്ന വാർത്തയാണെങ്കിലും ഹൈദരാബാദിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നത് ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത കൂടിയാണ്. കുട്ടിയുടെ വീട്ടിൽ വാച്ച്വുമണായി ജോലി ചെയ്തിരുന്ന ദുർഗാ ഭവാനി എന്ന യുവതിയാണ് പ്രതി. തട്ടിക്കൊണ്ടുപോകൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മെഡിപ്പള്ളി SHOയ്ക്ക് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് കോൾ ലഭിക്കുന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ 6 പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഉടൻ തന്നെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് അലേർട്ടുകൾ അയക്കുകയും പ്രാദേശിക DSPമാരെ ഏകോപിപ്പിച്ച് ദേവരക്കൊണ്ടയിലേക്കും സൂര്യപേട്ടിലേക്കും ടീമുകളെ അയക്കുകയും ചെയ്തു. സാങ്കേതിക തെളിവുകളും CCTV ദൃശ്യങ്ങളും അടക്കം പരിശോധിച്ച പോലീസ് കുട്ടി കർമ്മൻഘട്ടിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ വീണ്ടെടുത്തതിന് പിന്നാലെ തന്നെ പ്രതിയായ ദുർഗാ ഭവാനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്ക് തിരികെ നൽകി. The dial-a-hundred call stated that a kidnap has been occurred. The kidnap was occurred of an 8 months infant boy baby. So on that call, our SHO and his team immediately responded, and we have formed special teams in 6 number. And we have alerted all the railway stations, Secunderabad railway station, Challapuri railway station, Imliban bus station, and also we have talked to the Devarkonda DSP and also Suryapet DSP, and we have sent some teams there also with our pressure and with our insistence. Then we got some clues with the technical evidences and the technical support. Then we went to Karmanghat area. There we have found the boy safe. We have rescued the boy within 3 hours. ഹൈദരാബാദ് നഗരത്തിലെ ബാലാപൂർ പ്രദേശത്ത് 4 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നത് പോലീസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അന്ന് 5 ലക്ഷം രൂപയ്ക്ക് വില പേശി കുഞ്ഞിനെ കൈമാറുന്നതും മിനിറ്റുകൾക്ക് മുൻപാണ് ജൂലൈ 31-ന് പോലീസ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി രക്ഷിതാക്കൾക്ക് കൈമാറുന്നത്. ആ കേസിലെ പ്രതിയായ വഹീദ ഖാത്തൂൺ മലക്പേട്ട് ഗവൺമെന്റ് മെറ്റേണിറ്റി ആശുപത്രിയിൽ പ്രസവിച്ച ശേഷം ഒരിടനിലക്കാരനെ ഉപയോഗിച്ചാണ് കുഞ്ഞിനെ വിൽക്കാനുള്ള ശ്രമം നടത്തിയത്. വിവരം ലഭിച്ച പോലീസ് കൃത്യമായി കെണിയൊരുക്കി ഇവരെ പിടികൂടുകയായിരുന്നു. ഇപ്പോൾ പിടിയിലായിട്ടുള്ള ദുർഗാ ഭവാനിയും ഈ സംഘത്തിൽപ്പെട്ടതാണോ എന്ന സംശയം പോലീസിനുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇതിനി വ്യക്തമാകും. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിയെ വ്യക്തമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പോലീസ്. കൂടാതെ യുവതിയുടെ ഫോൺ കോളുകളും സോഷ്യൽ മീഡിയ പേജുകളും ബാങ്ക് ട്രാൻസാക്ഷനുകളും അടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണിപ്പോൾ. ഹാർദോയിൽ ദുരൂഹ സാഹചര്യത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീയുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യുവതി കടുത്ത സ്ത്രീധന പീഡനം അനുഭവിച്ചിരുന്നുവെന്നും കൊലപാതക ശേഷം അത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ഭർത്തൃവീട്ടുകാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യുവതിയുടെ വീട്ടുകാർ.
ബിഹാനി കോട്ട്വാലി പ്രദേശത്തെ സിമൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന ഗജോധർ തന്റെ മകൾ സുഭാഷിനിയെ സവേഷ്പൂർ നിവാസിയായ അഭിജിത് ശർമ്മയ്ക്ക് വിവാഹം കഴിപ്പിച്ചു നൽകിയത് 2023 ജൂൺ 22-നാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞതു മുതൽ തന്നെ ഭർത്തൃവീട്ടുകാർ ലക്നൌവിലെ ഒരു സ്ഥലവും 20 ലക്ഷം രൂപ സ്ത്രീധനവും ആവശ്യപ്പെട്ട് സുഭാഷിനെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. ഇത്ര കാലമായിട്ടും ഭർത്തൃവീട്ടുകാരുടെ ആവശ്യം സുഭാഷിനിയുടെ കുടുംബം ഗൗരവത്തിലെടുക്കാതെ വന്നതോടെ അവൾക്ക് നേരെയുള്ള അവരുടെ ആക്രമണങ്ങളും കടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയും സുഭാഷിനിയെ ഭർത്തൃവീട്ടുകാർ ക്രൂരമായി മർദ്ദിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ഉണ്ടായി. ഇതിനിടയിൽ സുഭാഷിനി കൊല്ലപ്പെടുകയും തെളിവ് നശിപ്പിക്കാനായി ഭർത്തൃവീട്ടുകാർ മൃതദേഹം കെട്ടിത്തൂക്കുകയും ചെയ്തുവെന്നാണ് സുഭാഷിനിയുടെ കുടുംബത്തിന്റെ ആരോപണം. साथ में लोग अवस्था करते रहे, बार बार कई दिनों से उसको प्रताड़ित कर रहे थे, मारा है. कई बार उसकी वीडियो बनी है, उनके घर में कैमरे वगैरह लगे, उसमें भी जानकारी है, CDR वगैरह उसमें सब कुछ कैद है. और हमें चाह रहे हैं कि हमारा निष्पक्ष वहाँ पे PM हो जाए और उसकी जांच हो जाए. और इन लोगों ने उसकी हत्या की है तो हम उसके लिए ही कार्रवाई करना चाहते हैं. और उसके साथ में दहेज की बहुत ज़्यादा ही मांग कर रहे थे हमसे. एक प्लाट मांगा था लखनऊ में, 20 लाख रुपए कैश मांग रहे थे. वो ना दे पाने के कारण हमारे साथ ऐसा हुआ. ഭർത്തൃവീട്ടുകാർ ക്രൂരമായി ആക്രമിച്ചതിന്റെ ഫോട്ടോകൾ സുഭാഷിനി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സഹോദരൻ അയക്കുകയുണ്ടായി. ഫോട്ടോകളിൽ സുഭാഷിനിയുടെ കൈകളിലും കൈത്തണ്ടയിലും മുറിവുകൾ ഉണ്ടായിരുന്നത് വ്യക്തമാണ്. കൂടാതെ സുഭാഷിനിയും ഭർത്താവും പരസ്പരം വഴക്കിടുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കസ്റ്റഡിയിലെടുത്തിരുന്നു. കുടുംബത്തിന്റെ പരാതിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. थाना सवाईजपुर में परसों शाम को ये सूचना प्राप्त हुई कि एक नवविवाहिता की संदिग्ध परिस्थितियों में मौत हो गई है, जिस पर सूचना पर पुलिस द्वारा तत्काल पंचायतनामा पोस्टमार्टम की कार्रवाई कराई गई. दहेज हत्या की धाराओं में अभियोग पंजीकृत करते हुए मुकदमा की विवेचना की जा रही है. अभियुक्त पति को और उसके ससुर को पुलिस द्वारा हिरासत में लिया गया है और पूछताछ की जा रही है. पुलिस द्वारा निष्पक्ष विवेचना करते हुए जल्द से जल्द विवेचना का विधिक निस्तारण किया जाएगा. സ്ത്രീധന പീഡന മരണങ്ങൾ ആവർത്തിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു യുവതി ഭർത്തൃവീട്ടിൽ ഇത്രയധികം മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അത് സ്വന്തം വീട്ടുകാരോട് തുറന്നു പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ട് അവളെ ഒന്ന് തിരികെ വിളിക്കാൻ പോലും ആ വീട്ടുകാർ തയ്യാറായില്ല എന്നത് ഒരു ചോദ്യമായി ബാക്കിയാവുകയാണ്. അത് ആ സംഭവത്തിൽ മാത്രമല്ല, എല്ലാ സ്ത്രീധന പീഡന മരണ കേസുകളിലും അങ്ങനെ തന്നെ. പൂർണ്ണമാവുകയാണ്. നമസ്കാരം.